ഡിസംബർ 29 കണ്ണൻ്റെ ഉച്ചപൂജ അലങ്കാരത്തെക്കുറിച്ച് പറയാനാണ്. ഇന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് അതീവ സുന്ദരനായി ഭക്ത മനസ്സുകളെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു പൈതലായിട്ടാണ് ഇരിക്കുന്നത്. അമ്പാടിയുടെ അകത്തളത്തിൽ യശോദമ്മ കെട്ടിക്കൊടുത്ത ഒരു ചെറിയ ഊഞ്ഞാലിൽ ഇരിക്കുന്ന ബാലകൃഷ്ണൻ്റെ രൂപമാണ് ഇന്നത്തെ അലങ്കാരം. ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണി. ഏകദേശം 2 വയസ്സുപോലും തികയാത്ത ഒരു പിഞ്ചു ബാലനായിട്ടാണ് കണ്ണൻ ഊഞ്ഞാലിലിങ്ങനെ ഇരിക്കുന്നത്. 2 കാലുകളും തൂക്കിയിട്ട് 2 കുഞ്ഞിക്കാലുകളും താഴേക്ക് തൂക്കിയിട്ട് അതിങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് അതീവ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പൊന്നുണ്ണി. കുഞ്ഞി കാലുകളിൽ പൊൻതളകളുണ്ട്. അരഞ്ഞാണോ കിങ്ങിണിയുണ്ട്. ആ കിങ്ങിണിയും അരഞ്ഞാണോ ഇങ്ങനെ കുമ്പയിൽ ചേർന്നിരുന്ന് തിളങ്ങുന്നുണ്ട്. കൈകളിൽ വളകളുണ്ട്. കൈകൾ കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലിൻ്റെ വള്ളിയിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സുന്ദരനായൊരു പൊന്നുണ്ണി കുട്ടനാണ് ഗുരുവായൂരപ്പൻ ഇന്ന്. ഭയങ്കര കൗതുകമുള്ളൊരു കാഴ്ചയാണിത്. 6 ഗോപി തിലകങ്ങളാണ് തിരുമുഖത്ത് ചാർത്തിയിട്ടുള്ളത്. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ തിലകങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഒരു ഉണ്ണിക്കുട്ടൻ, ഒരു കുഞ്ഞു വാവ ഇങ്ങനെ കാലൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ആടുകയാണ്. അതിൻ്റെ എല്ലാ ആനന്ദവും ആ ചിരിയിൽ തന്നെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. വലത് ഭാഗത്തായിട്ട് ഓടക്കുഴൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. കഴുത്തിൽ മണിമാലയുണ്ട്. പിന്നെ തിരുമുടിമാലയും ഉണ്ടമാലയുണ്ട്. ശ്രീലകത്ത് ഭഗവാനെ ചാർത്തിയിരിക്കുന്നത് മനോഹരായ പൂമാലകൾ തന്നെയാണ്. തിരുമുടിമാലകളും ഉണ്ട്, ഉണ്ടമാലകളും ഉണ്ട്. അപ്പോൾ തിരുമുടിമാലകളിൽ പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് 3 തരം തിരുമുടിമാലകളാണുള്ളത്. വെളുത്ത നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ട് ഒരു മാലയുണ്ട്. തെച്ചിയും തുളസിയും കൂടി ഇങ്ങനെ ഇടകലർത്തി ചേർത്തിട്ടൊരു മാലയുണ്ട്. അതേപോലെ തന്നെ താമരപ്പൂക്കൾ മാത്രം കോർത്തിട്ട് വേറൊരു മാലയുണ്ട്. ഇങ്ങനെ 3 തിരുമുടി മാലകളാണ് കണ്ണന് ചാർത്തിയിട്ടുള്ളത്. കഴുത്തിൽ 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതിലൊന്ന് വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും കൂടി ഇങ്ങനെ അടുക്കടുക്ക് കെട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് ഭഗവാന്റെ പ്രിയപ്പെട്ട തുളസിയും തെച്ചിപ്പൂവും കൂടിയുള്ള വനമാലയാണ്. ഭഗവാന്റെ മുകളിലായിട്ട് ഇങ്ങനെ പിന്നിലും ഒക്കെ പൂക്കൾ കൊണ്ട് തന്നെയാണ് അലങ്കരിച്ചിട്ടുള്ളത്. മാലകൾ കൊണ്ട് തന്നെയാണ്, ഉണ്ടമാലകൾ തൂക്കി തന്നെയാണ് അലങ്കരിച്ചിട്ടുള്ളത്. വെളുത്ത താമരയും തുളസിയും കൊണ്ട് ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലകളാണ്. അമ്പാടി തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഭഗവാനെ ആ രൂപത്തിൽ ഇങ്ങനെ ഊഞ്ഞാലിലിരുന്ന് കാല് ഒക്കെ തൂക്കിയിട്ട് സൈഡിലിങ്ങനെ ഓടക്കുഴലൊക്കെ വെച്ച് മാലയും തലയും ഒക്കെ ചാർത്തിയിരുന്ന് അങ്ങനെ സുസ്മേരവദനായിട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കൂ മനസ്സിൽ. അപ്പോൾ കാരുണ്യ സാഗരത്തിൻ്റെ തിരമാലകൾ വരുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഭക്തി ഇങ്ങനെ നിറഞ്ഞു വരും. താമര ഇതൾ പോലെ വിടർന്ന കണ്ണുകളുള്ള നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം എല്ലാവരിലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഊഞ്ഞാൽ വള്ളിയിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആ തൃപ്പാദങ്ങളിൽ നമുക്ക് അഭയം പ്രാപിക്കാം. എന്നിട്ട് ഒരുമിച്ച് ആ സച്ചിദാനന്ദമൂർത്തിയുടെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ഉരുവിടാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.